ഈ കഴിഞ്ഞ മെയ് 10 എനിക്ക് 80 വയസ്സാവുകയാണ്. സ്വാഭാവികമായിട്ടും ദൈവത്തിനും അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരോടും നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ച, മെയ് 10 ഞായറാഴ്ച, എൻ്റെ മാതൃ ഇടവകയായ കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചതിൽ പങ്കുചേർന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞത്. ആ പള്ളിയുമായും അതുപോലെ തന്നെ കുമ്പളങ്ങിയുമായും എനിക്കൊരു വലിയ ബന്ധമുണ്ട്. ഞാൻ ജനിച്ചു വീണത് കുമ്പളങ്ങിയിലാണ്. എൻ്റെ മാമോദീസ നടന്നത് കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലാണ്. എന്താണ് ഈ മാമോദീസയ്ക്ക് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജോസഫ് കുറുപ്പശ്ശേരിയാണ്. അമ്മ റോസ ചേട്ടനെ പ്രസവിച്ചതിന് ശേഷം പിന്നീട് ഗർഭിണിയാവുകയും 6 അബോർഷനുകൾ നടക്കുകയും ചെയ്തു. 7ാമത്തെ ആളായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമ്മ പറഞ്ഞു കേട്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 6 അബോർഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പനും അമ്മയുടെ സഹോദരിമാർക്കും എല്ലാം വലിയ വിഷമമുണ്ടായി. ആ സന്ദർഭത്തിൽ കലൂര്, അതാണ് എൻ്റെ അമ്മയുടെ വീട്. എൻ്റെ അമ്മ വീട് മരട് തൈക്കൂട്ടത്തിലാണ്. അമ്മുമ്മയുടെ വീട് കലൂര് ആണ്. അത് ആ അമ്മുമ്മയുടെ വീട് വളരെ പ്രസിദ്ധമായ ഒരു ലത്തീൻ ഫാമിലിയാണ്, ചമ്മിണികോടത്ത്. അപ്പോൾ അവിടെ നിന്നാണ് അമ്മ പഠിക്കുന്നത്. അമ്മ സെൻറ്റ് തെരേസാസ് കോളേജിൽ 10ാം ക്ലാസ് വരെ പഠിച്ചയാളാണ്. അപ്പോൾ അവിടെ അന്ന് ഈ അമ്മയുടെ അബോർഷൻ പ്രശ്നം വന്നപ്പോൾ, എന്നെ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വൈദ്യരുണ്ട്, ഒരു ആശ്രമം. ആ വൈദ്യരെ പോയി അമ്മയെ കൊണ്ടുപോയി കാണിച്ചു. ചില ചികിത്സകൾ പറഞ്ഞു, മരുന്നുകൾ പറഞ്ഞു, പ്രാർത്ഥനകളുണ്ടായി. അപ്പം അന്ന് വൈദ്യർ പറഞ്ഞ ഒരു കാര്യം, കുമ്പളങ്ങിയിൽ ഞങ്ങൾ താമസിക്കുന്ന തറവാട്, കുറുപ്പശ്ശേരി തറവാട്, പഴയ കാലത്ത് നമ്പൂതിരി ഇല്ലമായിരുന്നു. ആ ഇല്ലത്തിൽ നിന്നും നമ്പൂതിരിമാർ അവിടെ വന്ന ക്രൈസ്തവർ, അവരുടെ കാര്യസ്ഥന്മാരായ ക്രൈസ്തവർ ഓടിക്കുകയും ആ പ്രദേശം കൈയടക്കുകയും അങ്ങനെ അവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു. ആ സർപ്പക്കാവ് അശുദ്ധി വരുത്തുകയും ഈ അശുദ്ധി കൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് 6 അബോർഷൻ ഉണ്ടായെന്നാണ് വൈദ്യർ പറഞ്ഞത്. വൈദ്യർ സന്യാസി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്രൈസ്തവ മുറപ്രകാരം അത് പ്രാർത്ഥിച്ച് അവിടെ വെള്ളം തളിച്ച് അച്ഛനെ കൊണ്ടുവന്ന് വെള്ളം തളിപ്പിച്ച് അത് ശുദ്ധീകരിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങളാണ്. എന്നെ പ്രസവിച്ചതിന് ശേഷം ഇപ്പം ഞങ്ങൾ അതിൻ്റെ അപ്പനെന്ന് കയറ് കച്ചവടമുണ്ട്, കൊപ്ര കച്ചവടമുണ്ട്. ഞങ്ങൾ പീടിക എന്ന് പറയുന്ന നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്നൊരു കടയുണ്ട്. ഒരുവിധം സാമാന്യ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ പ്രസവിച്ച് എൻ്റെ മാമോദീസ ഈ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് നടന്നത്. ആ മാമോദീസ എൻ്റെ അപ്പൻ്റെ ഒരു റിലേറ്റീവ് ആണ്, വർക്കി വല്യപ്പൻ എന്ന് ഞങ്ങൾ പറയുന്ന, അവിടെ ചായക്കച്ചവടം നടത്തിയിരുന്നത് വർക്കി വല്യപ്പനും ഭാര്യയും കൂടെ നടത്തിയത്. അന്ന് അപ്പൻ കുമ്പളങ്ങിയിലെ എല്ലാവരെയും വിളിച്ചു. പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രദാനം നൽകി, ഭക്ഷണം കൊടുത്തു. അമ്മ പറഞ്ഞു, എൻ്റെ അരയിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങളിട്ടു. അപ്പം അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ തുടക്കം കുമ്പളങ്ങിയിൽ ഈ പള്ളിയിൽ. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ കുർബാനകൾക്കുള്ളപ്പാട് നടത്തിയത് ഈ പള്ളിയിലാണ്. എൻ്റെ ഒപ്രീഷമ നടത്തിയത് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലാണ്. ഇതിനപ്പുറത്ത് ഒരു ബന്ധം, എനിക്ക് ചെറുപ്പത്തിലെ പനി വരുമായിരുന്നു, തുടർച്ചയായിട്ട് പനി വരും. അപ്പോൾ അത് വീട്ടുകാർക്കൊക്കെ എല്ലാം വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അപ്പം പറഞ്ഞു, എൻ്റെ അനിയൻ സ്കൂളിൽ പോകാൻ സമയമായി. അപ്പം ഞാനും അനിയനും 1.5 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം പറഞ്ഞു, പീറ്റർ എൻ്റെ അനിയൻ, അവൻ പിന്നീട് വൈസ് ചാൻസലറായി, അയാൾ സ്കൂളിൽ പോട്ടെ. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ ഞങ്ങളുടെ ആ പ്രദേശത്ത് 200-ലധികം വർഷം പഴക്കമുള്ള പഴയ പുരാതനത്തെ ഒരു സ്കൂളാണ്. അവിടെ അലക്സാണ്ടർ പറമ്പിത്രയാണ് ഹെഡ് മാസ്റ്റർ. അദ്ദേഹം കേരള നിയമസഭയിലെ സ്പീക്കർ വരെ ആയ ആളാണ്. അപ്പൻ്റെയും എൻ്റെ ജ്യേഷ്ഠൻ്റെയും
പ്രധാന അധ്യാപകരിലൊരാളായിരുന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, അപ്പനോട് ഞങ്ങളെല്ലാവർക്കും പറഞ്ഞു, ഇവൻ പഠിക്കാൻ പോകണം. പള്ളിയിൽ പോയി, സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ പോയി. അവിടെ വ്യാകുല മാതാവിൻ്റെ രൂപമുണ്ട് അൾത്താരയ്ക്ക് തൊട്ട് മുകളിൽ. അതിങ്ങനെ ചില്ലിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കുർബാന ചെല്ലുമ്പോൾ ചില്ല് മാറ്റിയിട്ടാണെങ്കിൽ മാറ്റിയൊരു പ്രത്യേക കുർബാന, ചില്ലിട്ട് തന്നെയാണെങ്കിൽ അങ്ങനെ ഒരു കുർബാന. അപ്പം അമ്മ പറഞ്ഞു, അവിടെ പോയി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിൻ്റെ കാര്യങ്ങൾ പറയണം, നിന്നെ അമ്മ നോക്കിക്കൊള്ളു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞാൻ 1-ാം ക്ലാസ്സിലേക്ക് ചേരാൻ അപ്പനോടൊപ്പം ക്ലാസ് റൂമിലെത്തുന്നത്. അന്ന് എലിസബത്ത് ടീച്ചറാണ്, ചിറമേൽ എലിസബത്ത് ടീച്ചർ അധ്യാപികയായി വന്ന കൊല്ലമാണ്. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ക്ലാസ്സിൽ പോകാൻ, പല കുട്ടികളും ഭയങ്കര കരച്ചിലാണ്. പക്ഷെ ഞാൻ അപ്പന് കൂളായിട്ട് കയ്യിൽ പിടിച്ച് പോയി. അതിനൊരു കാര്യം, ഞാനിങ്ങനെ അസുഖമുണ്ടെങ്കിലും 3-ാം ക്ലാസ് മുതൽ നിലത്തെഴുത്തുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊരു ചാക്കോ സാറ് വരും, ചുരക്കുളത്ത് ചാക്കോ സാറ്. അദ്ദേഹം എന്നെ മണ്ണിൽ ഇരുത്തിയിട്ട് കയ്യിൽ പിടിച്ച് പിന്നെ അക്ഷരങ്ങളെല്ലാം എഴുതിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുവിധം പരിജ്ഞാനം ഈ കാര്യത്തെക്കുറിച്ചുണ്ടായതുകൊണ്ട് ഭയപ്പാടുണ്ടായില്ല. അപ്പോൾ എന്നെ കൈ പിടിച്ച് ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ പറമ്പത്തറ ഭാഷ അവിടെ നിൽപ്പുണ്ട്. വർക്കിയുടെ മകനാണോ? അപ്പോൾ എന്നോട് അത് എൻ്റെ മകനാണ് സാറേ. നന്നായി വരട്ടെ മോനെ എന്ന് പറഞ്ഞ് എൻ്റെ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ തന്ന് കൊണ്ട് ഇരുത്തി. അപ്പോൾ ആ ഓർമ്മകളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 80-ാം വയസ്സ് എന്നെ മനസ്സിൽ നന്ദി പറയുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങണം. വിൻസെൻ്റ് സാമുവൽ പിതാവ് നെയ്യാറ്റിൻകര ബിഷപ്പ് എമിരിറ്റസിൻ്റെ നേതൃത്വത്തിൽ പല രൂപതകളിലെയും വികാരി ജനറൽമാർ വന്നാണ് ആ കുർബാന നടത്തിയത്. ആ കുർബാന കഴിഞ്ഞ് കുമ്പളങ്ങിയിൽ നിന്നും ചെങ്കോട്ട എന്ന എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഉള്ള തീരുമാനമുണ്ടായത് പ്രസിദ്ധീകരിച്ചു. അതെനിക്കൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് ജീവിതം തുടങ്ങിയത്. അവിടെ നിന്നാണ് ഡൽഹി ചെങ്കോട്ട വരെ എത്തിയത്. എൻ്റെ ദീർഘമായ 54 വർഷത്തെ ദാമ്പത്യ ജീവിതവും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതവും സാമൂഹ്യ ജീവിതവും തുടങ്ങുന്നത് കുമ്പളങ്ങിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ട വരെ എന്ന ഒരു ഗ്രന്ഥം, അതിനുവേണ്ടി എഴുതിയ ഗ്രന്ഥമല്ല. കഴിഞ്ഞ 4.5 വർഷക്കാലമായി കലാകൗമുദി ഉൾപ്പെടെ, മെട്രോ കൊച്ചി ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളിൽ ഞാൻ എഴുതിയ ലേഖന പരമ്പരകൾ, അത് ക്രോഡീകരിച്ച ബുക്കാണ്. അത് ക്രോഡീകരിച്ച മന്ദാകിനി നമ്മുടെ സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ അച്ചായ എന്ന് വിളിക്കുന്ന സണ്ണിക്കുട്ടി എബ്രഹാം, മാതൃഭൂമിയിലെ പ്രഗത്ഭനായ പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹമാണ് ഈ മന്ദാകിനി നടത്തുന്നത്. അപ്പോൾ അദ്ദേഹമാണ് രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഒന്ന് എൻ്റെ പ്രിയ സഖി ഷെർലി, എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ 1-ാം വാർഷികത്തിൽ ഞാൻ എഴുതിയ പുസ്തകമാണ്. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഷെർലി. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അപ്സ് ആൻഡ് ഡൗൺസ്, ബുദ്ധിമുട്ടുകൾ, വളർച്ചകൾ, ഞങ്ങൾ 73 രാജ്യങ്ങളിൽ പോയിരുന്നു, ആ യാത്രകൾ, ഇതെല്ലാം കുറിക്കുന്നൊരു പുസ്തകമായിരുന്നു. 1 വർഷം മുമ്പ് ഷെർലി എൻ്റെ പ്രിയ സഖി എഴുതി. അത് അച്ചായൻ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് ഈ പുസ്തകം അച്ചായനെ ഈ ലേഖനങ്ങളെല്ലാം എടുത്തിട്ട് അതിനൊരു രൂപം നൽകി. കാരണം അത് പല സമയത്ത് എഴുതിയ ലേഖനങ്ങൾ, പല വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങൾ. അപ്പോൾ അതിനൊരു ക്രോഡീകരണം ഉണ്ടായില്ല, ഒരു തുടർച്ചയുണ്ടായില്ല. അത് അച്ചായൻ കൊണ്ടുപോയി കഴിഞ്ഞ 3 മാസമായി അച്ചായനെ കൊണ്ട് നോക്കി അത് ഭംഗിയായി. അതുപോലെ 40 ഫോട്ടോകൾ, ചരിത്രപരമായ ഫോട്ടോകൾ. ഇപ്പോൾ കെ കരുണാകരൻ ലീഡർ എന്നെ അനുഗ്രഹിക്കുന്ന ഫോട്ടോ ഉണ്ട്, എന്നെ കയ്യിൽ പിടിക്കുന്ന ഫോട്ടോയുണ്ട്, മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം ഞാൻ ഇരിക്കുന്ന ഫോട്ടോയുണ്ട്, സോണിയാജിയോടുള്ള പല ഫോട്ടോസുണ്ട്, 4 മാർപ്പാപ്പമാരോടൊപ്പം ഇപ്പോഴത്തെ മാർപ്പാപ്പ ഉൾപ്പെടെ നിൽക്കുന്ന ഫോട്ടോ, അവരോട് ബന്ധപ്പെടുന്നവ. അങ്ങനെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലുള്ള എൻ്റെ ജീവിത ചരിത്രമാണ് ഞാൻ ആ ഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചത്. അതും ഞാൻ പറയേണ്ട കാര്യം, കാരണം എനിക്ക് 80 വയസ്സായി. ഇനി ഞാൻ ഇപ്പോൾ അത് എഴുതി ജനമധ്യത്തിൽ അറിയിച്ചില്ലെങ്കിൽ അത് മാഞ്ഞു പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് ജനമധ്യത്തിലെത്തി. എന്തൊക്കെ സംഭവിച്ചു എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഡൽഹിയിലെത്തുന്നത് വരെ, എനിക്ക് 80 വയസ്സെത്തുന്നത് വരെ ഉള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ വിവരണമാണ് അതിൽ കൊടുത്തത്. അതെല്ലാം സത്യസന്ധമാണ്, ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമില്ല. പക്ഷേ അതിനകത്ത് കാര്യങ്ങൾ എഴുതണം. നമുക്ക് ഇത്തരം പുസ്തകങ്ങൾ എഴുതുമ്പോൾ നാളെ മറിച്ചെഴുതാനൊക്കത്തില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ, എന്നാൽ ഏറ്റവും കുറച്ച് ആരെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ, ഒട്ടും വിഷമമുണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇരിക്കാതിരിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ വന്നു ചേരും. പക്ഷേ എങ്കിലും സാധിക്കുന്നതും ആരെയും വേദനിപ്പിക്കാത്ത വിധത്തിലുള്ള ഒരു സമാഹാരമാണ് ഈ കുമ്പളങ്ങിയിൽ ചെങ്കോട്ടയിലെന്ന എൻ്റെ പുസ്തകത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത്.
you.